916 കുഞ്ഞൂട്ടൻ വെള്ളിയാഴ്ച റിലീസായ സിനിമയാണ്. ഞാൻ ഇന്ന് ഞായറാഴ്ചയാണ് സിനിമ കണ്ടത്. ആര്യൻ വിജയാണ് ഈ സിനിമയുടെ സംവിധായകൻ. കുഞ്ഞൂട്ടനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഗിന്നസ് പക്രു ആണ്. പുള്ളിയെ കൂടാതെ തന്നെ രാകേഷ് സുബ്രഹ്മണ്യൻ, ടിനി ടോം, കോട്ടയം രമേശ്, ഡയാന ഹമീദ്, നോബി, ബിനു അടിമാലി അങ്ങനെ കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ടൈറ്റിൽ സത്യം പറഞ്ഞാൽ 916 കുഞ്ഞൂട്ടൻ എന്നല്ല, 916 കോമാളിത്തരങ്ങൾ എന്നാണ് ഇടേണ്ടത്. കാരണം അത്രയ്ക്ക് മോശം ഒരു സിനിമയെന്ന് പോലും വിളിക്കാനുള്ള ക്വാളിറ്റി ഇല്ലാത്തൊരു സിനിമ. ഇതൊരു സീരിയൽ പോലുമല്ല. ഇന്നത്തെ കാലത്ത് സീരിയലിന് വരെ ഇതിലും ക്വാളിറ്റി ഉണ്ട്. അതായത് കഥയായാലും അതിൻ്റെ ക്യാമറ, അതായത് ടെക്നിക്കലി എന്ത് തന്നെ ആയാലും. സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10 മിനിറ്റ് തന്നെ പരിപാടി മനസ്സിലാവും. നമുക്ക് നല്ല ഒരു 10 പേര് കൂട്ടുകാരുണ്ടെങ്കിൽ ആ രീതിയിൽ പോയി കളിയാക്കി ഇരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ് ഇത്. ഒരു പോസിറ്റീവ് പോലും പറയാനില്ല, ഒരൊറ്റ പോസിറ്റീവ് പറയാനില്ല. എനിക്ക് ഗിന്നസ് പക്രു എനിക്ക് ഭയങ്കര റെസ്പെക്റ്റുള്ളൊരു ആളാണ്. ഞാൻ വളരെ കുറച്ച് പേരെ മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ സെലിബ്രിറ്റീസിൽ ഫോളോ ചെയ്യുന്നുള്ളൂ. അതിൽ ഒരാളാണ് ഇദ്ദേഹം. ഇപ്പം ഒട്ടും ആക്റ്റീവ് അല്ലാഞ്ഞിട്ട് പോലും ഞാൻ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്കും റെസ്പെക്റ്റ് ഉണ്ട് ഇദ്ദേഹത്തോട്. ഇദ്ദേഹത്തെ പോലുള്ളവരെയാണ് നമ്മൾ മാതൃകയായിട്ട് കാണേണ്ട, അങ്ങനത്തെ ഒരു ആളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ആരായാലും അവർ മോശമായിട്ട് എന്ത് ചെയ്താലും നമ്മളത് പറയണം. ഇതിൽ പുള്ളിയുടെ കോമാളിത്തരങ്ങളാണ്. പുള്ളിക്കൊന്നും വയ്യ. പണ്ട് ഇത്രയും കിടുവായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ആളിപ്പോൾ എന്ത് പറ്റി തരത്തില്ല. മുഖത്തൊരു ഭാവം വരുന്നില്ല, ഡബ്ബിങ് ശരിയാവുന്നില്ല, ഒന്നും വർക്കാവുന്നില്ല. പുള്ളി പൊട്ടം കളിക്കുകയാണ്. പുള്ളി ഇപ്പോഴും മറ്റേ തൊട്ടിലിൽ കിടന്ന് കുഞ്ഞുവാവ കളിക്കുകയാണ്. ഏത് കാലത്താണ് ഇവരിത് എടുക്കുന്നത്? പിന്നെ ഒരു ഹോട്ടലിലോട്ട്, ഈ കുഞ്ഞൂട്ടൻ്റെ അച്ഛൻ നടത്തുന്ന ഹോട്ടലിലോട്ടൊരു പാചകത്തിനൊരു സ്ത്രീ വരും. അപ്പോൾ അവളെ നോക്കിക്കൊണ്ടുള്ള ഡബിൾ മീനിങ് ഡയലോഗുകളും ഒരു ഒബ്ജക്റ്റായിട്ട് കണ്ടുകൊണ്ടുള്ള പരിപാടിയൊക്കെ. പിന്നെ സാധിക വേണുഗോപാൽ, അവിടുത്തെ സീനാണ് ഞാൻ പറയുന്നത്. തൊട്ടിലേ കിടന്ന് പുള്ളിക്കാരിയുള്ളൊരു സീൻ, അങ്ങനെ കുറേ ഊള സീനുകൾ. പിന്നെ ഡയാന ഹമീദ് കടന്നു വരുന്നു. പുള്ളിക്കാരിയുടെ ആകെ വേറെ വെറുപ്പിക്കൽ. പുള്ളിക്കാരി മുഖത്ത് ഓവർ ഭാവം, അതായത് ഒരു സീൻ ആവശ്യമുള്ള ഭാവം അല്ല ഇടുന്നത്, അങ്ങനത്തെ പരിപാടികളൊക്കെ. പിന്നെ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ വേറെ പല ആൾക്കാരുടെ കോമാളിത്തരങ്ങൾ. അതുവരെ ഗിന്നസ് പക്രുവിനാണ്. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ടിനി ടോം തുടങ്ങി വേറെ പല ആൾക്കാരുടെ കോമാളിത്തരങ്ങൾ. അങ്ങനെ ആകെ മൊത്തം കോമാളിത്തരത്തിൻ്റെ ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് 916 കുഞ്ഞൂട്ടൻ. റിവ്യൂ കണ്ടുകൊണ്ട് മാത്രം പോയി കണ്ടതാണ്. വേറെ ആരോടും തിയേറ്ററിലായാലും ശരി, OTTയിലായാലും ശരി, ഒരിടത്തായാലും കാണണമെന്ന് പറയത്തില്ല. ഇദ്ദേഹത്തിന് നല്ല സ്ക്രിപ്റ്റ് വരുന്നില്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇളയരാജ പോലത്തെ സ്ക്രിപ്റ്റുകൾ ചെയ്താൽ അടിപൊളിയായിരിക്കും. അത് അടിപൊളി സിനിമയാണ്, കാണാത്തവർ കണ്ടു നോക്കൂ. ഇതുപോലത്തെ കോമാളിത്തരങ്ങൾ വിട്ട് നിന്നാൽ കുറച്ച് ക്വാളിറ്റിയുള്ള സിനിമകൾ ഫ്യൂച്ചറിൽ കിട്ടും, അല്ലെങ്കിൽ അതും ഇല്ലാതാവും. അപ്പം ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 0 ആണ് 5-ൽ. ഒരു നല്ല കാര്യം പോലും തുറന്നു പറയാനില്ല.